കണ്ണൂർ വളപട്ടണത്ത് വീട് കുത്തിത്തുറന്ന വൻ കവർച്ച നടത്തിയ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. 300 പവൻ സ്വർണവും 1 കോടി രൂപയുമാണ് കവർന്നത്. വളപട്ടണം മന്നയിലെ അഷ്റഫിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. വിശദാംശങ്ങളുമായി നിഖിൽ അളവൂരുണ്ട് കണ്ണൂരിൽ നിന്ന്. നിഖിൽ, വലിയ മോഷണമാണ്. എത്തരത്തിലാണ്, എന്തൊക്കെ സാധ്യതകൾ മുൻനിർത്തിയാണ് പോലീസ് അന്വേഷണം? പോലീസ് ഇതിന്റെ എല്ലാ സാധ്യതകളും അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കുടുംബം ചെറിയൊരു സംശയം പങ്കുവയ്ക്കുന്നത് കാരണം ഈ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഇവിടെ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ, അതായത് സ്വർണവും പണവും സൂക്ഷിച്ചു വെച്ചത് ഉൾപ്പെടെ അറിയാനുള്ള ഒരു സാധ്യത ഉൾപ്പെടെ കണക്കിലെടുത്ത് അതെല്ലാം കണക്കിലെടുത്തുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. ഏതായാലും അല്പസമയം മുൻപ് ഇവിടേക്ക് എത്തിയ കണ്ണൂർ റൂറൽ SP, അദ്ദേഹത്തിനാണ് ഇന്ന് ഇവിടുത്തെ ചാർജ് ഉള്ളത്. അങ്ങനെ ഇവിടേക്ക് എത്തിയ റൂറൽ SP അനൂജ് പൽവാൾ പറഞ്ഞിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഈ ഒരു മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുമെന്നാണ്. ഇപ്പോഴേതായാലും ഫിംഗർ പ്രിന്റ് ബ്യൂറോയാണ് ഈ മോഷണം നടന്ന വളപട്ടണത്തെ അഷ്റഫിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തി മറ്റ് പരിശോധനകളിലേക്കും കടക്കും. നേരത്തെ ഇവിടെ എത്തിയ റൂറൽ SPയുടെ നേതൃത്വത്തിലാണ് ഈ വീട് തുറന്ന് അതിനകത്ത് പ്രാഥമികമായ ഒരു പരിശോധനയിലേക്ക് കടന്നിരുന്നു. ഇപ്പോൾ ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവർ ഇവിടെ പരിശോധന നടത്തും. അല്പസമയത്തിനകം തന്നെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ ഇവിടേക്ക് എത്തുകയും ചെയ്യും. ഈ മോഷ്ടാക്കൾ വീടിന്റെ പിറകുവശത്തേക്ക് എത്തി അവിടുത്തെ ജനലിന്റെ ഗ്രിൽസ് അത് പൂർണ്ണമായും ഒരു പാളിയുടെ ഗ്രില്ല് പൂർണ്ണമായും ഇളക്കി മാറ്റിയതിനു ശേഷമാണ് ഈ വീട്ടിനകത്തേക്ക് പ്രവേശിച്ചതെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ്. അതിന് സമീപത്ത് തന്നെ ഈ വീടിനോട് ചേർന്ന് തന്നെ ആ ഇളക്കി മാറ്റിയ ഗ്രിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അത് അവിടെ തന്നെ ഉപേക്ഷിച്ച നിലയിൽ കാണാനുണ്ട്. ഒപ്പം തന്നെ വീടിന്റെ മുകൾ നിലയിലും ഇത്തരത്തിലൊരു മോഷണ ശ്രമം നടന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. ഈ മോഷണം വളരെ ആസൂത്രിതമായി നടത്തിയതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ വീട്ടിനകത്ത് തന്നെ ഒരു ലോക്കറുണ്ട്. ആ ലോക്കറിനകത്താണ് ഇപ്പോൾ പരാതി പ്രകാരം പറയുന്ന 1 കോടി രൂപയും 300 പവനോളം സ്വർണവും സൂക്ഷിച്ചിരുന്നത്. ഈ ലോക്കർ പൂട്ടിയതിന് ശേഷം അതിന്റെ താക്കോൽ മറ്റൊരു ഷെൽഫിലാണ് സൂക്ഷിച്ചിരുന്നത്. ആ ഷെൽഫ് പൂട്ടിയതിനു ശേഷം അതിന്റെ താക്കോൽ മറ്റൊരു മൂന്നാമത്തെ ഒരു ഷെൽഫിലേക്ക് മാറ്റി വച്ചിരുന്നു. അത് പൂട്ടിയിരുന്നില്ല. അങ്ങനെ അതിൽ നിന്ന് താക്കോൽ എടുത്തതിന് ശേഷമാണ് ഈ ലോക്കർ തുറക്കുകയും ഈ സ്വർണവും പണവും കവരുകയും ചെയ്യുകയും ചെയ്തതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് കുടുംബം നൽകുന്ന വിവരം. ആ വിവരങ്ങൾക്കൊപ്പം തന്നെ പോലീസ് കൃത്യമായി ശാസ്ത്രീയമായ പരിശോധനകളിലേക്ക് തന്നെയാണ് കടക്കുന്നത്. കാരണം ലഭിച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ അനുസരിച്ച് 2 പേർ ഈ മോഷണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ മുഖംമൂടി ധരിച്ചാണ് എത്തിയതെന്ന് മനസ്സിലാക്കുന്നു. മതിൽ ചാടിക്കടന്നാണ് ഈ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് അവർ കടന്നത്. അത്തരത്തിൽ കടക്കുന്ന ദൃശ്യങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ദൃശ്യങ്ങൾ ലഭിക്കുന്നത് തടയുന്നതിനായി ക്യാമറകൾ തിരിച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും വിശദമായ പരിശോധനകളിലേക്കും അന്വേഷണത്തിലേക്കും തന്നെയാണ് പോലീസ്. അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 300 പവൻ സ്വർണവും 1 കോടി രൂപയുമാണ് കവർച്ച പോയിരുന്നത്. മോഷണം നടന്നത് വളപട്ടണം മന്നയിലെ അഷ്റഫിന്റെ വീട്ടിലാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിഖിലെ.